ഹലോ അപ്പോൾ അതാ പുതിയൊരു വീഡിയോ കണ്ടാലോ നമുക്ക്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്ക് മാമോദിസയ്ക്ക് പോവുകയാണേ. അപ്പോൾ വണ്ടിയിൽ ഞാൻ, ചേട്ടായി, മമ്മി, പിന്നെ മമ്മിയുടെ ആങ്ങളുടെ വൈഫ്, പിന്നെ മോനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മോനെന്ന് പറഞ്ഞാൽ എൻ്റെ അത്രയും പ്രായമുണ്ടേ. അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ്. എനിക്ക് കാറിലിരുന്ന് ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കണം, അതായത് മനസ്സമാധാനം ഉണ്ടാകത്തില്ല. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറി. ഞങ്ങൾ വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. ഒരു 6 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. സോ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. മസാല ദോശയാണ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ. സൂപ്പറാണോ വെച്ചാൽ ടേസ്റ്റ് വൈസ് ഓക്കെ, ബട്ട് കട്ടി വൈസ് എന്താ പറയുക, ഒന്ന് നിവർത്തി നോക്കിക്കഴിഞ്ഞാൽ ആകാശം വരെ കാണാൻ പറ്റുമായിരുന്നു ഗൈസ്. എന്നാൽ അതിൻ്റെ ബില്ലോ കണ്ണ് തള്ളിപ്പോയി. ഒരു ഇഡ്ഡലിയുടെ റേറ്റാണ് നിങ്ങളാ കണ്ടത്, 22 രൂപയൊക്കെ. എന്തേലും ആവട്ടെ, കഴിച്ചു ഇറങ്ങിപ്പോന്നു. പിന്നെ അത് അവിടെ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ചെറിയ ഓറഞ്ചില്ലേ അത് തന്നു കേട്ടോ. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പൊളിച്ചിട്ട് തന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പുളിയൊന്നുമില്ല എന്ന് പറഞ്ഞു തന്നിട്ടോ. ഇപ്പോൾ തന്നെ കാണുമ്പോൾ എൻ്റെ വായിലെന്തോ വെള്ളം വരുന്നു ഗൈസ്. വായിലിട്ടത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ അപ്പം തന്നെ തൂപ്പിക്കളഞ്ഞു, ഒടുക്കാത്ത പുളിയായിരുന്നു അതിന്. പിന്നെ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. then ഞങ്ങളത് പള്ളിയിലെത്തി. അപ്പോൾ അവർ ചായയും അതുപോലെ തന്നെ നെയ്യപ്പവും കപ്പ് കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പള്ളിയിലെ ചടങ്ങുകളാട്ടോ ഈ നടക്കുന്നതൊക്കെ. അവിടെ പള്ളിയിൽ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, മാമോദീസയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മർത്തോമ ചർച്ചാണ്. സോ ഞങ്ങളങ്ങനെ മാമോദീസ മുക്കുവാണ്. എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാമോദീസ മുക്കിയത് അവൾ അറിഞ്ഞിട്ട് പോലുമില്ല. അമ്മാതിരി ഉറക്കമായിരുന്നു. തലക്കട വെള്ളം കോരി ഒഴിച്ചിട്ട് പോലും അച്ഛൻ പിടിങ്ങ പോലെ ഉറങ്ങി തൂങ്ങിയിരിക്കുക. ഉറക്കത്തിലായിരുന്നു കേസ്. ഒരു ശല്യം ഉണ്ടാക്കാതെ ഒന്നുമില്ലാതെ മാമോദീസയ്ക്ക് അവൾ സഹകരിച്ച് തന്നു, നല്ല രീതിയിൽ സഹകരിച്ച് തന്നു. ദെൻ പള്ളിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടായിരുന്നു കേട്ടോ ഓഡിറ്റോറിയം. ഒരു 1 കിലോമീറ്റർ അത്ര ഉണ്ടായില്ലെന്ന് എനിക്ക് തോന്നുന്നു, കുറച്ചേ ഉള്ളൂ. ദെൻ ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, പൈനാപ്പിളും അതുപോലെ തന്നെ തണ്ണിമത്തനായിരുന്നു കേട്ടോ. ഞാൻ തണ്ണിമത്തനാണെ കുടിച്ചത്. ദെൻ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു. അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ആങ്കറിങ് ചെയ്യുന്നത് നമ്മുടെ ചേച്ചിയുടെ അനിയത്തിയാണ്. ചേച്ചിയുടെ കല്യാണം അടുത്ത വ്ളോഗിൽ വരാറായിട്ടുണ്ട് കല്യാണം. സോ അത് നമുക്ക് പിന്നെ കാണാം. അങ്ങനെ പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു. ആ കേക്ക് ഞാനും എടുത്ത് തിന്നു ഗൈസ്, എനിക്കും കൊണ്ട് തന്നു. ഞാനൊരു കേക്ക് ഭ്രാന്തി ആയതുകൊണ്ട് ഒന്നും നോക്കിയില്ല, മേടിച്ചപ്പോൾ തന്നെ തിന്നു. പിന്നെ ഇതൊക്കെ എൻ്റെ ചേട്ടന്മാരാണേ. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് നേരം അവിടെ ഇങ്ങനെ വായ്മൊളിച്ചൊക്കെ നോക്കിയിരുന്നതിന് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ബിരിയാണി ആയിരുന്നു ഗൈസ്. സത്യം പറയാലോ, ഇവന്മാർ ആ കടയിൽ നിന്ന് എന്തോ സാധനം മേടിച്ചത് അങ്ങനെ നടക്കുന്നു, സ്പൈഡർമാനെ മേടിച്ചിട്ട് നടക്കുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഗൈസ്. ഇറങ്ങി പിന്നെ അതിന് പട്ടിക്കോലമായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും. എങ്ങനെ പോയ ഞാനാ തിരിച്ച് വന്നപ്പോൾ എങ്ങനെ ഇരിക്കണം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കാറി കയറി കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് അതെനിക്ക് വേണം, അത് ഞാൻ വേറെ ആർക്കും കൊടുക്കത്തില്ല. അങ്ങനെ പിന്നെ തിരിച്ച് യാത്രയൊക്കെ ചെയ്ത് പിന്നെ തിരിച്ചിങ്ങ് പോരുവാണേ. തൃശ്ശൂർ വരെ കുന്നംകുളത്തായിരുന്നു. തൃശ്ശൂർ പ്രോപ്പർ തൃശ്ശൂരല്ല, കുന്നംകുളത്തായിരുന്നു. ഞങ്ങൾ മലയാറ്റൂർ വഴിയാണ് വന്നത്. മലയാറ്റൂർ വഴി ഇങ്ങനെ വരാൻ വേണ്ടി നല്ല രസമാണ്, നല്ല സീനറി കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് മലയാറ്റൂർ. സോ ഞങ്ങൾ അതുവഴി വന്നു. പിന്നെ എനിക്ക് ഉപ്പിലിട്ടതിനോടൊരു അഗാധമായ പ്രണയമാണ് ഗൈസ്. അങ്ങനെ ഉപ്പിലിട്ട മാങ്ങി, ഉപ്പിലിട്ട ക്യാരറ്റൊക്കെ കഴിച്ചു. ഒടുക്കാത്ത എരിവായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ബുദ്ധിപൂർവ്വം കളിച്ചതാണ് അവരുടെ കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം മനസ്സിലായല്ലോ, കഴിച്ചു, എരിവാണ്. സോ എന്ത് ചെയ്തു, പോയിട്ട് 2 ഐസ്ക്രീം വാങ്ങി തിന്നു. എനിക്ക് റെഡ് വെൽവെറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. റെഡ് വെൽവെറ്റാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. റെഡ് വെൽവെറ്റ് വാങ്ങി കഴിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. ആ എരിവ്